ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ പനീർ തവ റോളാണ് നമ്മളിന്ന് ഉണ്ടാക്കണത്. ഇത് ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കറിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഡിഷാണിത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൽ കൊടുക്കുന്ന ഫില്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പം നമ്മുടെ മക്കൾക്ക് എന്താ ഇഷ്ടമാവുക വെച്ചാൽ അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം പനീറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ആദ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ അത് വിട്ടുപോയി പറയാൻ. പിന്നെ ഇതിൽ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. തൈര് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത്. ഭയങ്കര പുളിച്ച തൈര് ആഡ് ചെയ്യരുത്. ഒരു ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള തൈര് വേണം ആഡ് ചെയ്യുക. പിന്നെ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പറഞ്ഞു, അതിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ പനീർ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കും. 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്കുള്ള സവാള കട്ട് ചെയ്ത്, വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. സവാള, ക്യാപ്സിക്കം, തക്കാളി കേട്ടോ. ഇതൊക്കെ ക്വാണ്ടിറ്റി നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയെന്ന് ചെയ്യാം. ചിലവർക്ക് ക്യാപ്സിക്കം കടിക്കണ അധികം ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. അപ്പോൾ ഇതൊന്ന് പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത്, ഓയിലിൽ ചെയ്താൽ മതി. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അധികം ടേസ്റ്റ് ഇല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഓയിലിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. എന്നിട്ട് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കണം. പനീർ ഞാൻ ഇങ്ങനെ ആ മസാല ഫുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പനീർ ഭയങ്കര ഡ്രൈ ആവാൻ പാടില്ല. ഒന്നിങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, സ്പോഞ്ച് പോലെ ഇരിക്കുക എന്ന് പറയില്ല, അപ്പോൾ അതേപോലെ ഇരിക്കണം. നമ്മൾ ആ മസാലയും ഗ്രേവി അടക്കമാണ് ഇട്ട് കൊടുത്തേട്ടാ. അപ്പോൾ ആ ഒരു പരിവാകുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെജിറ്റബിളും ഒന്ന് ശ്രദ്ധിക്കണം, അധികം വെന്തിങ്ങനെ എന്താ പറയുക, സാധാരണ നമ്മൾ കറി വെക്കണ പോലെ വെന്തിങ്ങനെ കുഴയരുത്. ഇതൊക്കെ നമ്മളെ ഒന്ന് കടിക്കാൻ കിട്ടണം. ക്യാപ്സിക്കം ആയാലും തക്കാളി ആയാലും സവാള ആയാലും ഒന്ന് കടിക്കാൻ കിട്ടണം. അതാണ് ഈ റോളിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ കറിക്ക് എടുത്താലും അങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിൽ കൂടുതൽ വേവിക്കരുത്. അപ്പോൾ നമ്മുടെ അത് റോളിൻ്റെ ഒരു ടെക്സ്ചർ മാറും. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു ദോശക്കല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് ഇത് ഏതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ, ചപ്പാത്തിയാണ്. ഇപ്പം ഞാനിവിടെ ഒരു കുബൂസാണ് എടുത്തിട്ടുള്ളത്. ആ കുബൂസിൻ്റെ റോൾ അതിൻ്റെ ഉള്ളിലാണ് ഫില്ല് ചെയ്യണത് കേട്ടോ. അപ്പോൾ പനീറും ആ മസാലയൊക്കെ കൂടി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇത്തിരി ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് അല്ലെങ്കിൽ ചില്ലി സോസ്, പിന്നെ പനീർ ഗ്രേറ്റ് ചെയ്തിടാം അല്ലെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിടാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കൾക്ക് ഇഷ്ടമനുസരിച്ചാണ് ഇതിൻ്റെ ഫില്ലിങ് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ തവ പനീർ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.